നമസ്കാരം. US ചുമത്തിയ ഉയർന്ന തീരുവ മൂലം പ്രതിസന്ധിയിലായ കയറ്റുമതിക്കാരെ സംരക്ഷിക്കാൻ പ്രത്യേക ആശ്വാസ പാക്കേജ് ഉടൻ കൊണ്ടുവരുമെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കിയേക്കും. കയറ്റുമതിക്കാരെ സഹായിക്കാൻ പല ഘടകങ്ങളടങ്ങിയ പാക്കേജാണ് കൊണ്ടുവരുന്നത്. ഇതിന് കേന്ദ്ര മന്ത്രിസഭ ഉടൻ അംഗീകാരം നൽകും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണയായാലും മറ്റെന്തായാലും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടത്തു നിന്ന് വാങ്ങും. വലിയ തുകയാണ് എണ്ണ ഇറക്കുമതിക്കായി ചെലവാക്കുന്നത്. ആ ഇടപാട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ വിധത്തിലായിരിക്കണം. തീർച്ചയായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നും നിർമ്മല സീതാരാമൻ വിശദീകരിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സമ്മർദ്ദം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ധനമന്ത്രി. അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങില്ലെന്ന സൂചനയാണ് ആശ്വാസ പാക്കേജിലുള്ളത്. സാഹചര്യം ഉടൻ മാറുമെന്ന് പറഞ്ഞ് കയറ്റുമതിക്കാരെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 27 മുതൽ US ഏർപ്പെടുത്തിയ 50% താരിഫുകൾ ബാധിച്ച വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ് പാക്കേജ് എന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കയറ്റുമതിക്കാരെ സംബന്ധിച്ച് പുതിയ വിപണികൾ പെട്ടെന്ന് കണ്ടെത്തുന്നത് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ കയറ്റുമതിക്കാരെ സഹായിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതിനെ തുടർന്ന് ഇന്ത്യക്ക് മേൽ US പിഴ തീരുവയടക്കം 50% തീരുവ ചുമത്തിയിരുന്നു. ഓഗസ്റ്റ് 7 മുതൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിയതിന് പുറമെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ തീരുവയെ ഓഗസ്റ്റ് 27 മുതൽ 25% പിഴ തീരുവയും ചുമത്തിയത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ സഹായിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഇത്. US തീരുവ 50% ഉയർത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, ചെമ്മീൻ, തുകൽ, രത്നാഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയെ ബാധിച്ചിരുന്നു. തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ തുണിത്തര വസ്ത്രനിർമ്മാതാക്കൾ ഉൽപ്പാദനം നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കയറ്റുമതി പ്രോത്സാഹന ദൗത്യം, പ്രത്യേക സാമ്പത്തിക മേഖല, ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഭക്ഷ്യ സംസ്കരണം, തുണി വ്യവസായം പോലുള്ള തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളെ GST വഴി പിന്തുണയ്ക്കൽ തുടങ്ങിയവ സർക്കാരിന്റെ ആശ്വാസ പാക്കേജിലുണ്ടാകും. പുതിയ പാക്കേജ് അവതരിപ്പിച്ച് രാജ്യത്തു നിന്നുള്ള കയറ്റുമതി രംഗത്തിന് നട്ടെല്ല് നിവർത്തി നിൽക്കാൻ സഹായമൊരുക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. രാജ്യത്തെ വ്യവസായ രംഗങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയുടെ അധിക തീരുവ പ്രകാരത്തിലുള്ള തങ്ങളുടെ ആശങ്ക സർക്കാരിനോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 50% അധിക തീരുവയുടെ ആഘാതമേറ്റ കമ്പനികളെ സംരക്ഷിക്കാൻ ആ പാക്കേജ് എന്തായാലും കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറയുന്നു. US അധിക തീരുവയുണ്ടാക്കുന്ന തിരിച്ചടിയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി പറയുന്നു. GST പരിഷ്കരണത്തിലൂടെ അധിക തീരുവ മൂലമുണ്ടാകുന്ന ആഘാതം മറികടക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പരിഹാസമായി പറഞ്ഞത്. എന്നാൽ ട്രംപ് ഇന്ത്യയെ വീണ്ടും സുഹൃത്തായി കാണുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിഷയത്തിലുള്ള ആശയക്കുഴപ്പത്തിന്റെ തെളിവാണിതെല്ലാം. വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും ലുട്നിക് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പേരിൽ ലുട്നിക് ഇന്ത്യയെ വിമർശിച്ചു. US ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ഇന്ത്യയോട് ലുട്നിക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ സമ്മർദ്ദം തുടരുകയാണ് അമേരിക്ക. എന്നാൽ ഇത് ഇന്ത്യ വകവെക്കില്ല. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് ഇഷ്ടമാകുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപും ഇന്നും പറഞ്ഞു. ഇന്ത്യയും മോദിയും നല്ല സുഹൃത്താണ്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ട്രംപ് പറയുന്നത്. നരേന്ദ്രമോദി നല്ല ഭരണാധികാരിയാണെന്നും ട്രംപ് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് മാറിയില്ലെന്ന് പറയുന്നുണ്ട് ട്രംപ്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ട്രംപ് പറയുന്നു. ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയതിൽ നിന്നും ഭിന്നമാണ് പുതിയ പ്രസ്താവന. ഇന്ത്യയെ ഇന്ന് കടന്നാക്രമിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. മോദി സുഹൃത്തായും നല്ല ബന്ധമുണ്ടെന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്.